പൾസർ സുനി മാത്രം ഏകദേശം 7 വർഷത്തിൽ ചെല്ലുവാനും റിമാൻഡിൽ തന്നെ കിടന്നിട്ടുണ്ട്. പൾസർ സുനിക്ക് ഒരു 10 വർഷമാണ് ശിക്ഷയെങ്കിൽ പൾസർ സുനി അതിനകത്ത് 3 വർഷം കൂടെ കിടന്നാൽ മതി. കൂറുമാറിയവരെ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ പണിഷ് ചെയ്യാം. പക്ഷേ തൽക്കാലം അത് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും പൾസർ സുനി മുതൽ അതിനകത്ത് 6 പേരും ആ കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്ത 6 പേരും തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചു വെക്കുള്ളൂ. ഇവരെ പ്രതിയാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു നമ്മളൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അവർക്കൊരു റോൾ ഇതിനകത്ത് ഉണ്ട്. കാരണം അവർ കാരണമാണല്ലോ നടിയുമായിട്ടുള്ള ആ റിഫ്റ്റ് ഉണ്ടാകാൻ കാരണം. താനാണ് ഈ കോൺട്രാക്ട് കൊടുത്തതെന്നുള്ള എവിഡൻസ് ഇതിനകത്ത് വരും എന്ന് ഒരിക്കലും ദിലീപ് പ്രതീക്ഷിച്ചില്ല. ബെഹ്റയെ പോയി കാണുകയും ചെയ്ത് ബെഹ്റയായിട്ട് ഒന്നിച്ചെന്ന് ഫോട്ടോ എടുത്തു. ബെഹ്റ DGP ചിലപ്പോൾ ഒരു സിനിമാ പ്രാന്തനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്നാലും സിനിമാ രംഗത്തോ ഒക്കെയുള്ള ഒരു സ്ത്രീ ഈ നടിക്കെതിരായിട്ട് കൊടുത്ത ഒരു കൊട്ടേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് പ്രതിഭാഗം ലോവർ കോടതിയിലെ ദിലീപിനെതിരായിട്ട് വന്നിട്ട് എവിഡൻസുകളൊക്കെ അത് ഇഗ്നോർ ചെയ്ത് ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നാൽ തന്നെ അത് ഹൈക്കോടതിയിൽ പോവും. നടിയെ ആക്രമിച്ച കേസിൽ നാളെ നിർണായകമായ വിധി വരാനിരിക്കുകയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറുമായുള്ള ആദ്യഘട്ട ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചത് ദിലീപിനെ ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. ഏകദേശം കുറച്ച് കാര്യങ്ങൾ ജോർജ് ജോസഫ് സാർ അതിൽ സൂചിപ്പിച്ചു. ഇനി ഒരു പക്ഷേ നാളെ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ ദിലീപിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും? ജോർജ് ജോസഫ് സാർ, ഈ തടവ് ശിക്ഷയാണ് ദിലീപിന് കിട്ടുന്നത് എങ്കിൽ എത്ര വർഷം വരെ ഉണ്ടാകും? അത് തീർച്ചയായിട്ടും 10 വർഷം മിനിമം മറ്റു പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ 20 വർഷം വരെ പോകാം. അത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയെങ്കിൽ 10 വർഷം വരെ എന്തായാലും തടവ് ശിക്ഷ. പക്ഷെ 10 വർഷത്തിലെ മറ്റു പ്രതികൾക്ക് റിമാൻഡ് കാലാവധി മാത്രമേ ഉള്ളൂ. എന്നാൽ പലരും ജാമ്യത്തിൽ പോയി. പൾസർ സുനി മാത്രം ഏകദേശം 7 വർഷത്തിൽ ചെല്ലുവാനും റിമാൻഡിൽ തന്നെ കിടന്നിട്ടുണ്ട്. പൾസർ സുനിക്ക് ഒരു 10 വർഷമാണ് ശിക്ഷയെങ്കിൽ പൾസർ സുനി അതിനകത്ത് 3 വർഷം കൂടെ കിടന്നാൽ മതി. അതേസമയത്ത് അതിനകത്ത് 3-ാം പ്രതി ഒരാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടും കണ്ടു. അയാൾ നല്ല മദ്യപാനിയായിരുന്നു. പൾസർ സുനിയുടെ കൂടെ ആ കുറ്റകൃത്യത്തിലെ ആക്ഷന് പങ്കെടുത്ത ഒരാൾ. നമ്മളിപ്പോൾ ശിക്ഷിക്കപ്പെടും എന്നൊരു സാധ്യത വിലയിരുത്തിയാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടാലും ദിലീപിന് അപ്പീൽ കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ദിലീപ് എന്തായാലും ശിക്ഷിക്കപ്പെട്ടാൽ കുറേ ദിവസം റിമാൻഡിൽ കിടക്കും. പിന്നെ ജാമ്യത്തിൽ പോകാൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം സംഘടിപ്പിക്കും. അതിനുശേഷം ജാമ്യം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോവും. അതുകൊണ്ട് ശിക്ഷ അത് കൺഫേം ചെയ്യുന്നിടം വരെ ഇത് ജില്ലാ കോടതിയുടെ ശിക്ഷയാണ്. അത് ഹൈക്കോടതിയിൽ അത് സസ്പെൻഡ് ചെയ്ത് അയാൾക്ക് ചിലപ്പം വെളിയിൽ നിൽക്കാൻ കുറച്ച്, പക്ഷേ അത് കൺഫേം ചെയ്യുന്നിടം വരെ കുറച്ച് ദിവസം എന്തായാലും ജയിലിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ജയിലിൽ കിടക്കാതിരിക്കാൻ ഒക്കില്ല. അതിനുശേഷം മാത്രം ആ ശിക്ഷയുടെ ഇളവല്ല, ശിക്ഷയുടെ ജാമ്യം, അതിന് കോടതിയിൽ ജാമ്യം കിട്ടും. അത് അങ്ങ് സുപ്രീം കോടതി വരെ ഇത് പോകേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ നാളെ ദിലീപിനെ ശിക്ഷിച്ചാൽ നാളെ തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമോ പോലീസ്? നാളെ തന്നെ കോടതി റിമാൻഡ് ചെയ്യുകയുള്ളൂ. കോടതിയിൽ ഹാജരാകാൻ എല്ലാ പ്രതികളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 പ്രതികളിൽ ഒരാൾ മാപ്പുസാക്ഷിയായതുകൊണ്ട് ബാക്കി 7 പേര് നാളെ ഹാജരാകും. ഹാജരാകുന്നവരെ തീർച്ചയായിട്ടും കോടതി അവിടുന്ന് അങ്ങ് റിമാൻഡ് ചെയ്ത് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയുള്ളൂ. വെളിയിലോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. സർ, അതിൽ എടുത്തു പറയേണ്ടത് നിരവധി സാക്ഷികൾ മൊഴിമാറ്റിയ ഒരു കേസ് കൂടിയാണ് ഇത്. ചലച്ചിത്ര താരങ്ങൾ മുതൽ ദിലീപിന്റെയും കാവ്യമാധവന്റെയും ബന്ധുക്കളും ആശുപത്രിയിലെ ഡോക്ടർമാരും വരെ വിചാരണക്കിടെ കൂറുമാറിയിട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഇടവേള ബാബു തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ കൂറുമാറുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ ആദ്യ മൊഴികൾ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ സഹായിച്ചവയായിരുന്നു. അടുത്ത സുഹൃത്തുക്കളും ദീർഘകാലം സഹപ്രവർത്തകരായിരുന്നവരും വിചാരണക്കിടെ കൂറുമാറിയത് അതിജീവിതയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കാര്യവുമായിരുന്നു. അതേക്കുറിച്ച് സാർ പറഞ്ഞതാണ്. ഈ കൂറുമാറിയവർക്കെതിരെ ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ? അതിനൊന്നും സാധ്യത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമതല്ലെങ്കിൽ കൂറുമാറിയവരെ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ പണിഷ് ചെയ്യാം. പക്ഷേ തൽക്കാലം അത് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനല്ലെങ്കിൽ പ്രത്യേകം പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും.
കുറി മാറിയവർ വളരെയധികം ആൾക്കാരുണ്ട്. സിനിമാ നടന്മാർ വളരെയധികം പേര് നടനുമായിട്ട് ദിലീപുമായിട്ട് അടുപ്പമുള്ളവർ ധാരാളം പേര് അതിനകത്ത് അറിയപ്പെടുന്ന സിനിമാ താരങ്ങളെല്ലാം ഓസ്ട്രേലിയയിലായിട്ടുണ്ട്. അതെല്ലാം ദിലീപുമായിട്ടുള്ള ആത്മബന്ധമുള്ളവരാണ്. അതുകൊണ്ട് അവരൊക്കെ കൂറ് മാറി, അവർക്കറിയില്ല എന്ന് പറഞ്ഞ് അവർ അതിനകത്ത് രക്ഷപ്പെട്ടു പോയി. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണെന്നും അത് സിനിമാ വൃത്തങ്ങളിൽ എല്ലാവർക്കും അതറിയാം, അത് ഇയാളാണ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രോസിക്യൂഷന് വരുമ്പം അതിനനുകൂലമായി തെളിവ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ നടന്മാരാരും തയ്യാറായില്ല എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. ഈ ഒരു കേസിൽ ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടുന്നത് പൾസർ സുനിക്കായിരിക്കുമോ? അങ്ങനെ ചിന്തിക്കാമോ? ഇല്ല, എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ ലഭിക്കുകയുള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും അവരെല്ലാവരും 120B വരും. ഗൂഢാലോചനയുടെ ഫലമായിട്ടല്ലേ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കണമെന്ന് ഒരു തീരുമാനമെടുത്ത് അത് കോൺട്രാക്ട് ബേസിലാണ്. ഏതായാലും പൾസർ സുനി മുതൽ അതിനകത്ത് 6 പേരും ആ കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്ത 6 പേരും തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചേ വെക്കുള്ളൂ. അതിനുള്ള എവിഡൻസുകളും ഉണ്ട്. രണ്ടാമത് അതേ കുറ്റം തന്നെയാണ് പൾസർ സുനിയുടെ പേരിൽ ആരോപിച്ച കുറ്റം തന്നെയാണ് ദിലീപിൻ്റെ പേരിലുള്ളത്. അതുകൊണ്ട് കോടതിക്ക് ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാണ്, അതിനുള്ള എവിഡൻസുകൾ ഏതായാലും പോലീസ് കൊടുത്തിട്ടുണ്ട്. കോടതി അത് റിലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക. അങ്ങനെയെങ്കിൽ കേസിലെ മറ്റു പ്രതികൾക്കും ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷകൾ എങ്ങനെയായിരിക്കും? അവർക്കും ഇത്തരത്തിലുള്ള ശിക്ഷ തന്നെയായിരിക്കുമോ ലഭിക്കുക? അത് ഈ 120B ഒരു ഗൂഢാലോചന പുറത്തായതുകൊണ്ട് പൾസർ സുനിക്ക് ഏതൊക്കെ വകുപ്പിൽ തെളിവ് നശിപ്പിച്ചതിന്, അതുപോലെ ഈ ആക്ഷന്, അപ്പം ഈ കുറ്റകൃത്യം മേജർ കുറ്റകൃത്യം, അപ്പോൾ അത് ചെയ്തതിനുള്ള ശിക്ഷ, പിന്നെ തെളിവ് നശിപ്പിച്ചതിനുള്ള ശിക്ഷ, അത് കഴിഞ്ഞ് അങ്ങനെ ആ രീതിയിലുള്ള മൈനറായ 2-3 വർഷമുള്ള ശിക്ഷകളൊക്കെ ലഭിക്കുമെങ്കിലും മൊത്തം ശിക്ഷകളെല്ലാം ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. ലൈഫ് ഇംപ്രിസ്മെൻറ്റ്, ജീവപര്യന്തം തടവും കൊടുക്കാം. കാരണം അത് ഒരു റേപ്പാണ് നടന്നത്. 376 ആ റേപ്പിന് എങ്ങനെയായാലും ജീവപര്യന്തം തടവ് വരെ കൊടുക്കാം. എന്തായാലും മിനിമം 10 വർഷം ഉറപ്പല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതേ ശിക്ഷ തന്നെ ഇത് പ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ കോടതിക്ക് ദിലീപ് ഇതിനകത്ത് പങ്കെടുത്തില്ലെങ്കിലും ഇതേ കുറ്റം ചെയ്യിച്ചത് ദിലീപാണ്, അതിനുള്ള എവിഡൻസുകൾ കോടതിയിലുണ്ട്. കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി മറ്റുള്ള പൾസർ സുനിയുടെ അതേ ശിക്ഷ തന്നെ ദിലീപിനും കൊടുക്കും. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ നടി പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ശബ്ദമുണ്ട് എന്ന് ദിലീപ് ആരോപിച്ചിരുന്നു. എന്നാൽ ആ വാദം ഒരിടത്തും മുഖവിലക്കെടുത്തതായി കാണുന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. അത് അവരുടെ ഡിഫൻസ് ആണ്. കാരണം ഇവര് തൃശ്ശൂരിൽ നിന്ന് ഷൂട്ടിങ്, അവർ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ അവർ എറണാകുളം വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആ കാറിൻ്റെ ഡ്രൈവറുടെ അയാളും ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട്. വരുന്ന വഴിക്ക് അങ്കമാലി വെച്ച് ഇവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് അവർ കാണിച്ചു. അതിനുശേഷം ആണ് ഈ ആക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒരേ രീതിയിൽ കുറ്റക്കാരാണ്, ഒരേ രീതിയിലുള്ള ശിക്ഷ ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേസിലെ തെളിവ് നശിപ്പിക്കൽ ശ്രമങ്ങളിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനും പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നതാണ്. കേസിലെ വിധി അത് കാവ്യയെ ബാധിക്കുമോ? കാവ്യ ഈ കേസിനകത്ത് പ്രതിയല്ല, പക്ഷേ തെളിവ് നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ പ്രതിയാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു നമ്മളൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അവർക്കൊരു റോൾ ഇതിനകത്ത് ഉണ്ട്. കാരണം അവർ കാരണമാണല്ലോ നടിയുമായിട്ടുള്ള ആ റിഫ്റ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ പ്രതിയാക്കാമായിരുന്നു കാവ്യയെ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പോലീസ് അത് ചെയ്തില്ല. എവിഡൻസ് ഇൻസഫീഷ്യൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അതിന് പോലീസ് ഭാഗത്തുനിന്ന് വന്ന വാർത്തകൾ. സാർ, മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ വിചാരണയിലെ ചില വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. നടി ആക്രമിക്കപ്പെട്ട 5-ാം ദിവസമാണ് ദിലീപ് പിണറായി വിജയന് മെസ്സേജ് അയക്കുന്നത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നായിരുന്നു മെസ്സേജ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ വാദിച്ചത്. 2017 ഫെബ്രുവരി 22 രാവിലെ 9:22 അത്രേ ദിലീപ് മെസ്സേജ് അയക്കുന്നത്. ഈ വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായി എന്നും ഇതോടെയാണ്
മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചത് എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇത് ശരിയാണോ? ഇത് ശരിയാകാനാണോ സാധ്യത? കാരണം ഒരിക്കലും ദിലീപ് ഇത് പ്രതീക്ഷിച്ചുണ്ടാവില്ല. പോലീസ് ഇത് ഡിറ്റക്ട് ചെയ്യും, ട്രാക്ക് ചെയ്യും. കാരണം തന്നിലേക്ക് അന്വേഷണം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. താനാണ് ഈ കോൺട്രാക്ട് കൊടുത്തതെന്നുള്ള എവിഡൻസ് ഇതിനകത്ത് വരും എന്ന് ഒരിക്കലും ദിലീപ് പ്രതീക്ഷിച്ചില്ല. അത് തന്നെയല്ല, ഇതിനകത്തുള്ള ദൃശ്യം ദിലീഷിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടും എന്നാണ് കരുതിയത്. പക്ഷേ ദൃശ്യം ദിലീപിൻ്റെ കൈവശം ലഭിച്ചെന്നും അതിൻ്റെ ദൃശ്യത്തിൻ്റെ ഫോട്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ അനിയൻ്റെ മറ്റു പലരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നെന്നും അതവർ നശിപ്പിച്ചെങ്കിലും അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ആ കേസിനകത്ത് ദിലീപിൻ്റെ റോള് പതുക്കെ വ്യക്തമായി വരുന്നു. അതിനൊരു ഡിഫൻസ് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജ് അയച്ചത്. ബെഹ്റയെ പോയി കാണുകയും ചെയ്ത് ബെഹ്റയായിട്ട് ഒന്നിച്ചെന്ന് ഫോട്ടോ എടുത്തു. ബെഹ്റ DGP ചിലപ്പോൾ ഒരു സിനിമാ പ്രാന്തനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്നാലും അദ്ദേഹം ഇതുമായിട്ട് നല്ല അടുപ്പം കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഈ സംഭവത്തിന് ശേഷം ദിലീപ് കൂടുതൽ ബന്ധപ്പെട്ട് അതിൽ നിന്നൊരു രക്ഷപ്പെടാനുള്ളൊരു മാർഗത്തിനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബാലേന്ദ്രകുമാറിന് എതിരായിട്ട് ഒരു സ്ത്രീ പീഡനക്കാരി രംഗത്ത് വന്നു. ഏകദേശം 57 വയസ്സെങ്ങാണ്ടുള്ള ഒരു സ്ത്രീയെ എവിടുന്നോ തപ്പിക്കൊണ്ട് വന്നു ഒരു കൗണ്ടർ എവിഡൻസ് ഉണ്ടാക്കാൻ. ബാലേന്ദ്രകുമാർ റിലയബിളായ ഒരു വിറ്റ്നസ് അല്ല, അയാൾ ഇത് സ്ത്രീ പീഡനക്കാരനാണ് എന്നൊക്കെ ഒരു എക്സ്ട്രാ നടിയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീയെ കൊണ്ട് വന്നത് അതിനൊരു കേസെടുത്തുമൊക്കെ നമുക്കറിയാം. അപ്പം ദിലീപിൻ്റെ സ്വാധീനം പല മേഖലയിലേക്ക് വന്നിരുന്നു, അദ്ദേഹം നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ. പുറത്തു വന്ന മറ്റൊരു കാര്യമുള്ളത്, ഈ കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഈ ഒരു കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് എന്നും ഒക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയാണ് എന്നായിരുന്നു ദിലീപിന്റെ നിലപാട്, അല്ലെങ്കിൽ ദിലീപിന്റെ വാദം. ഇതൊക്കെ എത്രത്തോളം നിർണായകമായിട്ടുണ്ടാകും കേസിന്റെ വിധിയിൽ? അതൊന്നും ഈ കേസിനകത്തൊരു ഡിഫൻസ്, നല്ലൊരു ഡിഫൻസ് ആയിട്ട് കോടതി കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം അയാളുടെ നടിയുടെ മെസ്സേജ് അല്ലെ നടിയായിട്ട് സംസാരിക്കുന്നതൊക്കെ അയാൾ വേറെ ആൾക്കാരുടെ പേര് അതിനകത്ത് എഴുതി ചേർത്ത്, വേറെ സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എഴുതി ചേർത്ത് വെച്ചിട്ടാണ് അയാൾ കാവ്യയുടെ വിവരം അത് ഭാര്യ അറിയാതെ ആ കാവ്യ വന്ന് വരുന്ന ഫോൺ കോളുകളെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും എന്ന് അറിയാം. അത് അറിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് മഞ്ജു വാര്യരെ അവർ ഇയാളുടെ ഫോൺ എടുത്ത് നോക്കിയാൽ കാവ്യയുടെ പേരിലുള്ള ഫോണൊന്നും കാണുന്നത് വേറെ ചില സ്ത്രീകളുടെയൊക്കെ പേരിലുള്ള ഫോണുകൾ മനഃപൂർവ്വം അയാൾ കാവ്യ എന്ന് വരുന്ന ആ ഫോണ് അവരുടെ പേരിലേക്ക് ചാർത്തി തൻ്റെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു തെളിവുണ്ടാക്കി വെച്ചിരുന്നു എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാവ്യയായിട്ടുള്ള ബന്ധം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് എന്നും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിലീപിന് പുറമെ ഒരു മാഡമുണ്ട്, വമ്പൻ സ്രാവുണ്ട് എന്നൊക്കെ ഈ കേസിന്റെ തുടക്കം മുതൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതൊക്കെ കെട്ടുകഥയായിരുന്നു. അത് ഈ ദിലീപിൻ്റെ കേസിനകത്ത് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തപ്പം പൾസർ സുനിയുടെ വായിൽ നിന്നാണ് അത് തുടക്കത്തിൽ വന്നത്. കാരണം അതൊരു ഒരു മാടം തന്ന കൊട്ടേഷനാണ്. ആ മാടത്തിനെ തപ്പി കൊല്ലത്തും ആലപ്പുഴയൊക്കെ പോലീസ് നടന്നിട്ടുണ്ട്. മാടത്തിൻ്റെ കൊട്ടേഷനാണ്. കാരണം ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ ശ്രമത്തിൻ്റെ ഫലമായി അതൊരു മാടം തന്ന കൊട്ടേഷനാണ്. സിനിമാ രംഗത്തോ ഒക്കെയുള്ള ഒരു സ്ത്രീ ഈ നടിക്കെതിരായിട്ട് കൊടുത്ത ഒരു കൊട്ടേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് പ്രതിഭാഗം. ഒരുപക്ഷെ ദിലീപിന് അനുകൂലമായ അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്ന ഒരു വിധിയാണ് നാളെ കോടതിയിൽ നിന്ന് വരുന്നത് എങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക? ഈ കേസിനകത്ത് ദിലീപിനെ വിട്ടാൽ തീർച്ചയായിട്ടും അതിന് അപ്പീൽ പ്രോസിക്യൂഷൻ പോവും, ഹൈക്കോടതി പോവും. ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് ദിലീപിനെ വിടാൻ കഴിയില്ല. കാരണം എവിഡൻസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോവർ കോടതിയിൽ ദിലീപിനെതിരായിട്ട് വന്നിരിക്കുന്ന എവിഡൻസുകളൊക്കെ അത് ഇഗ്നോർ ചെയ്ത് ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടൊരു ജഡ്ജ്മെൻറ്റ് വന്നാൽ തന്നെ
അത് ഹൈക്കോടതിയിൽ പോവും. ഹൈക്കോടതിയിൽ അവർ ദിലീപിൻ്റെ മുഖമോ വാദിപതികളുടെ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്. എവിഡൻസ് എന്താണ് കോടതിയിൽ വന്നിരിക്കുന്നത്, പ്രോസിക്യൂഷൻ എന്ത് എവിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിന് സാങ്കത്യമുണ്ടോ, അത് റിലയബിൾ ആണോ എന്ന് ഹൈക്കോടതി നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതി ശിക്ഷിക്കാം. ഇവിടെ വിട്ടാലും ശരി ഹൈക്കോടതി ശിക്ഷിക്കാം. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി നാളെ വരുമ്പോൾ അത് മലയാള സിനിമാ രംഗത്ത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? മലയാള സിനിമയിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു എന്നാണ്. നാളത്തെ വിധിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക്, കാരണം ദിലീപ് ആണ് ഇത് ചെയ്തതെന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വസിക്കുകയല്ലേ. അതുകൊണ്ട് ദിലീപിൻ്റെ സിനിമാ രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിച്ചു. ഈ സംഭവത്തിന് ശേഷം പുള്ളിയുടെ ഒരു സിനിമയും വിജയിച്ചതായിട്ട് പറയുന്നില്ല, ആൾക്കാരില്ല. കാരണം പുള്ളിയെ ഒറ്റപ്പെടുത്തി. കാരണം ഇതുപോലെ ചെയ്യുന്ന ഒരാൾ ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തിക്ക് കോൺട്രാക്റ്റ് കൊടുത്തതാണ്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത്, ഒരാളെ പീഡിപ്പിക്കാനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് വൃത്തികെട്ട രീതിയിലുള്ള ഒരു സെക്സ് തന്നെയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് എടുത്തത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ദിലീപിനെ കോടതി വെറുതെ വിടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. നാളെ കോടതിയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. നിരപരാധിയാണ് എങ്കിൽ രക്ഷപ്പെടട്ടെ. ഒരു മുൻവിധിയല്ല, ഇതിൻ്റെ ഒരു നിയമവശം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ദിലീപിനെ അകത്തിടണം എന്നൊരു മുൻവിധിയോടുകൂടിയല്ല ഈ ചർച്ച. ജോർജ് ജോസഫ് സാർ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഇരയായ അതിജീവിതയായ നടിയോടൊപ്പം നിലയുറപ്പിച്ച ആളാണ്. അദ്ദേഹം ഈ കേസിൻ്റെ ഭാഗമായി ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുമുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നാണ് സാറ് സംസാരിക്കുന്നത്. എനിക്കോ ചാനലിനോ ദിലീപ് രക്ഷപ്പെടണമെന്നോ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നോ എന്ന് ഞങ്ങൾ വിധി എഴുതുന്നില്ല.